ഓക്കെ, എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്ന ചോദ്യമാണ് ഹാരിയർ EV വീട്ടിൽ ചാർജ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയം എത്രയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഹാരിയർ EV വീട്ടിൽ ഹോം ചാർജറിൽ ഉപയോഗിക്കുമ്പോൾ എത്ര മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് ആവും നോക്കാം. ഇതാണ് നമ്മൾ വീട്ടിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ടാറ്റ മോട്ടോഴ്സിൻ്റെ 7.2 കിലോവാട്ടിൻ്റെ ഹോം ഫാസ്റ്റ് ചാർജർ എന്ന് വിളിക്കാവുന്ന ചാർജർ. ഇതാണ് അതിൻ്റെ ഗണ്ണ്, ഭയങ്കര കുഞ്ഞ് ഗണ്ണാണ്, നല്ല ക്യൂട്ടാണ്. ഇത് വയറിംഗ് ചെയ്യുന്നതിനും ആൻഡ് വയറിംഗ് ചെയ്യുന്നതിൻ്റെ ഈ ചാർജർ വെക്കുന്നതിന് മുമ്പ് കണ്ടിരിക്കേണ്ട റീൽ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇത് കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണുക. ഇനിയും ചാർജർ എത്ര സമയം എടുക്കും എന്നുള്ളതാണ് നമ്മുടെ മെയിൻ സംഭവം. എൻ്റെ വണ്ടി 75 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്ക് വരുന്ന മോഡലാണ്. 75 കിലോവാട്ട് വരുന്ന എൻ്റെ ഹാരിയർ EV 0 to 100% വീട്ടിലാവാൻ വേണ്ടി നമ്മൾ 0-ൽ ഒരിക്കലും കൊണ്ടുവെക്കത്തില്ല. ഞാൻ മിനിമം ഇതുവരെ കൊണ്ടുവന്നിരിക്കുന്നത് 5% ആണ്. 5%ൽ നിന്നും 100% ആവാൻ വേണ്ടി എനിക്ക് എടുക്കുന്ന ടൈം 10 മണിക്കൂറും 45 മിനിറ്റുമാണ്. അങ്ങനെ നമ്മൾ ഒരിക്കലും 5%ൽ നമ്മൾ കാർ കൊണ്ടുവരാറില്ല. ഞാനിതൊന്നും ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി തന്നെ മനഃപൂർവ്വം ഈ പറഞ്ഞ പോലെ 5% എത്തിച്ചതാണ്. നമ്മളൊരു നോർമൽ ഒരു 20-30%ലൊക്കെ നൈസായിട്ട് നമ്മൾ 100% ആക്കാൻ വേണ്ടി കുത്തിയിടാറുണ്ട്. അങ്ങനെ 30%ൻ്റെ താഴെ നമ്മൾ അധികം ഹാരിയർ EV ഈ ഒരു വണ്ടി കൊണ്ടുപോകാറില്ല. ഇനി നമ്മുടെ വണ്ടി 30%ൽ നിന്നും 100% ആക്കാൻ വേണ്ടി എനിക്ക് എടുക്കുന്ന ടൈം 7 മണിക്കൂർ മുതൽ 8 മണിക്കൂറാണ്. ഞാൻ എപ്പോഴും 30-35%ൽ ചാർജ് ചെയ്യാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് എനിക്ക് എപ്പോഴും കാണിക്കുന്നത് അണ്ടർ 8 മണിക്കൂറാണ്. അതായത് രാത്രി ഒരു 10 മണിക്ക് കുത്തി ഇട്ട് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് സംഗതി 100% ആയിട്ട് ഒരു 500 കിലോമീറ്റർ ഓടാനുള്ള വണ്ടി റെഡി. 500 കിലോമീറ്റർ അതിൻ്റെ റേഞ്ച് പറഞ്ഞപ്പോഴാണ്. റേഞ്ചിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, കുറച്ച് കഥകൾ എനിക്ക് പറയാനുണ്ട്. ചാർജ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഇതിൻ്റെ കൂടെ ഒരു QR കോഡ്, ഒരു NFC RFID കാർഡ് പോലെ സാധനം കിട്ടും. ഇതാണ് നമ്മുടെ ചാർജർ. ചാർജറിന് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. ഈ പറയുന്ന പോലെ കണ്ടോ, ഇപ്പം ഞാൻ ഇത്രയും ദൂരം കൊണ്ടുവരാനുള്ള അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. ചാർജറിൻ്റെ സ്ലോട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഹോം ചാർജറിന് വേണ്ടി മാത്രമുള്ള AC-യുടെ ഇത് ഊരിക്കഴിഞ്ഞാൽ DC ഫാസ്റ്റ് ചാർജിങ് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മൾ ഹോം ചാർജർ ചെയ്യാൻ നേരത്ത് അത് ഊരാറില്ല. ഇത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ഓഫ് ആക്കിയിട്ടേക്കണം. ചാർജ് ചെയ്യാൻ വേണ്ടി മാത്രം ഈ കാണുന്ന ELCB ഓൺ ആക്കിയാൽ മതി. ജസ്റ്റ് ഓൺ ആക്കുന്നു. ആൻഡ് ഇവിടെ അപ്പോൾ വൈറ്റ്, ബ്ലൂ, ലൈറ്റ് ഗ്രീൻ എന്നീ കളറുകൾ കാണും. അപ്പോൾ എപ്പോഴാണ് ഇത് ബ്ലൂ കളർ ലൈറ്റ് കത്തുന്നത്, വിച്ച് മീൻസ് റെഡി ടു ചാർജ് ആണ്. ഇത് ബ്ലൂ കളർ ലൈറ്റ് കത്തുന്ന സമയത്ത് ഇപ്പോൾ ബ്ലൂ ബ്ലിങ്കിങ് ആണ്. ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുന്നു. ടാപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു സൗണ്ട് കേൾക്കാം. വണ്ടി ചാർജ് ചെയ്യുന്നതിന് സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ പച്ച കളറിലെ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യും. പച്ച കളർ ലൈറ്റ് ബ്ലിങ്ക് ചെയ്ത് എന്ത് സംഭവിക്കും, ചാർജിങ് സ്റ്റാർട്ടായി എന്നുള്ളതാണ്. മേ ബി ഇപ്പം പച്ച കളർ ബ്ലിങ്ക് ചെയ്യത്തില്ല, കാരണം വണ്ടി ഓൾറെഡി 100% ഫുൾ ചാർജ് ചെയ്ത് ഇപ്പം അങ്ങോട്ട് ഇറക്കിയതേ ഉള്ളൂ.